ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനും സ്കിൻ ഗ്ലോ ചെയ്യാനും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ കുഞ്ഞു മക്കൾക്കും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ ചിരക്കിയതാണ്. അരമുറി തേങ്ങ ഉണ്ടോ ചിരകിയിരിക്കണേ. ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിലടിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ടവലിലൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കോക്കനട്ട് മിൽക്കാണിത്. അപ്പോൾ കോക്കനട്ട് മിൽക്കിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ എണ്ണയൊക്കെ തേപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ ടാൻ റിമൂവ് ആവാനും സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്കിപ്പാക്കരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കടലമാവാണ്. നമ്മുടെ സ്വന്തം കടലമാവ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ സ്കിൻ കെയറിന് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കുക. ഇന്നത്തെ കാലത്ത് റീസെൻ്റ്ലി എല്ലാവരും അരിപ്പൊടി ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഏകദേശം വീഡിയോയിൽ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യേണ്ടത്. 2 പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കോക്കനട്ട് മിൽക്കുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് പരിചയപ്പെടാം. അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഇതിനകത്തുനിന്നൊരു 100 ഗ്രാം ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്കൊരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ. അപ്പോൾ ഇത് ഗ്ലിസറിനും അലോവേറ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പ് ബേസാണ്, അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെക്കാം കേട്ടോ. ഇനി അത് അവിടെ ഇരുന്നിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോക്കനട്ട് മിൽക്ക് ഇവിടെ ഓൾറെഡി റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും, അപ്പോൾ അത് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഇതിനകത്ത് തരികളൊക്കെ ഉണ്ടാവും. എത്ര ഇത് നൈസാണെങ്കിലും കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഉരയ്ക്കുമ്പോൾ ഭയങ്കര റഫായിട്ട് നമുക്ക് ഫീൽ ചെയ്താലോ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ അരിച്ച് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ജ്യൂസ്, അതായത് അതിൻ്റെ ഒരു കടലമാവിൻ്റെ അരിപ്പൊടിയുടെ ഒക്കെ ഒരു ജ്യൂസ് മാത്രമാണ് ഇതിലേക്ക് ആഡായിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യത്തെ കോക്കനട്ട് മിൽക്കുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. കാരണം കോക്കനട്ട് മിൽക്ക് ഓൾറെഡി നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യും. എന്നാലും കുറച്ചും കൂടെ മോയ്സ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സോപ്പിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏത് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്മെല്ല് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 4 ഡ്രോപ്പ് സാൻഡൽവുഡിൻ്റെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ചന്ദനത്തിൻ്റെ മണമായിരിക്കും സോപ്പിന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലാണ് കേട്ടോ. 1 or 2 ചേർക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സോപ്പ് ബേസ് ഒരു 5 ടേബിൾ സ്പൂണോളാണ് വരുന്നതെങ്കിൽ അത്രയും തന്നെയാണ് നിങ്ങളുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, എന്ത് ഹെർബൽ മിക്സ് ആണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. സോപ്പ് ബേസിനെക്കാട്ടിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ കടലമാവിൻ്റെയൊക്കെ മിക്സാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അത് നമ്മൾ സോപ്പ് ബേസിൻ്റെ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിങ്ങനെ മെൽറ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു സോപ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പം അത് കണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെ മെൽറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ അളവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിനി ആ ഒരു മിക്സ് ഏതെങ്കിലും ഒരു സോപ്പ് മോൾഡിലേക്ക്, ഇപ്പോൾ ഇത് സിലിക്കോണിൻ്റെ സോപ്പ് മോൾഡാണ്, ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഓയിൽ, കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും പതുക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചിട്ട് വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനതൊന്നൊരു പ്ലേറ്റിൽ വെക്കാൻ മറന്നുപോയിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് സിലിക്കോണിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ ഇത് ബുദ്ധിമുട്ടാവും. കാരണം ഇത് എടുക്കുമ്പോഴത്തേക്കും സിലിക്കോണല്ലേ, അതുകൊണ്ട് താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് മാത്രം സിലിക്കോണിൻ്റെ ആ മോൾഡിലേക്ക് നമ്മൾ ഈ നമ്മളുടെ ഈ സോപ്പ് മിക്സ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഏകദേശം 3 സോപ്പ് കഷ്ടിച്ച് ഒരു 3 സോപ്പ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഞാനിപ്പം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ 1 ഡേ എടുക്കും. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. കണ്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ഷേപ്പ് വന്നിട്ടുണ്ട്. നല്ല കളർ, നല്ല സ്മെല്ലാണ് കേട്ടോ. ചന്ദനത്തിൻ്റെ നല്ല സ്മെല്ലാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.